കൺട്രോളും സ്നേഹവും, കൺട്രോൾ ആൻഡ് ലവ് രണ്ടും ഒരേ ഈക്വലി പോവാ. ഒന്നും കൂടി പോയാൽ കൺട്രോൾ കൂടി അത് അതോറിറ്റേറിയൻ പാരന്റിങ് ആയി, അതായത് ഭയങ്കര സ്ട്രിക്ട് പാരന്റിങ് ആയി. കൺട്രോൾ കുറഞ്ഞ് ലവ് മാത്രമായി കഴിഞ്ഞാൽ അത് പെർമിസീവ് പാരന്റ് ആയി. ഇത് രണ്ടും ഇല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് പാരന്റിങ് ആയി. അപ്പൊ രണ്ടും ഒരു ബാലൻസ് പോവാ എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ പാരന്റ്സും അതിന് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. കാരണം നമ്മളിലൊക്കെ ഒരു പേഴ്സണാലിറ്റിയും, ചില പാരന്റ്സ് പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവും, ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് ക്ഷമയുള്ള ആൾക്കാരുണ്ടാവും. സോ ഇത് രണ്ടുപേരും ലൈക്ക് ഇപ്പോൾ രണ്ട് പാരൻസും അവൈലബിൾ ആണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു ട്രീറ്റിയിൽ എത്തണം. അതിൽ ഒരാൾ ഒരു രീതിയിലും വേറൊരാൾ വേറെ രീതിയിലാവുമ്പോൾ എഗെയിൻ അത് ഡിഫിക്കൽട്ട് ഹാൻഡിൽ, കുട്ടിക്ക് ബുദ്ധിമുട്ടാവും, ഏത് ഫോളോ ചെയ്യണം, കുട്ടി കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു ട്രീറ്റിയിലെത്തി ഒരു പാരൻറ്റിങ് സ്റ്റൈൽ ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണം. ഒരു ഗർഭിണിയാവുമ്പോൾ തന്നെ പാരൻസ് ഡിസൈൻ ചെയ്യണം ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടീനെ മുന്നോട്ട് പോകണം. അതൊരിക്കലും കുട്ടിക്ക് എല്ലാ ലക്ഷറീസും കൊടുത്ത് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുത്ത്, നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. കുട്ടി ജനിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ച്, യെസ് അതൊരു ബ്യൂട്ടിഫുൾ പീരീഡാണ്, അതൊക്കെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങും കൂടെ നമുക്ക് ഉണ്ടാവണം.